guys, welcome back to my YouTube channel. കുറേ കാലം ഞാൻ പറയണമെന്ന് വിചാരിച്ച ടോപ്പിക്കായിരുന്നു കൊളാബറേഷനെ കുറിച്ചിട്ട്. എൻ്റെ ഒരു കൊളാബറേഷൻ ജേണി എങ്ങനെയാണ്, എത്രാം ക്ലാസ് തൊട്ട് തുടങ്ങിയെന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഇതിന് മുന്നേ ഞാൻ ഏത് ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കൊളാബറേഷൻസ് കിട്ടാനുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. സോ നമുക്ക് സ്ട്രൈറ്റ് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ കൊളാബറേഷൻ ജേണി ആദ്യമായിട്ട് തുടങ്ങിയത് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വെച്ചിട്ടായിരുന്നു. അന്ന് എനിക്കൊരു 3000 ഫോളോവേഴ്സ് ഏതാണ്ട് ഒരു 2019 ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ 2-3 റീൽസ് അങ്ങോട്ട് വൈറലായി പോയപ്പോൾ, അതായത് ഒരു 10 മില്യൺ 3 മില്യൺ 2 മില്യൺ അങ്ങോട്ട് എത്തിയപ്പോൾ നമുക്ക് ഇൻസ്റ്റ വഴി DM വന്നു. ഒരു ആയുർവേദിക് പൗഡർ ആയിരുന്നു, പിന്നെ എനിക്കൊരു സോപ്പ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു ക്രീം വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എനിക്കൊരു ധാരണയില്ലായിരുന്നു ഇതെങ്ങനെയാണ്, ഇതെന്താണ് പറയുക ഇവർ വരുമ്പോൾ. കുറേ ഉടായ്പ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു കോഡ് തരാം, നിങ്ങൾ ആദ്യം എൻ്റെ പ്രൊഡക്റ്റ് മേടിക്കുക. അതായത് നമ്മൾ അവരുടെ പ്രൊഡക്റ്റ് മേടിക്കണം, അവർക്ക് വീഡിയോയും ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവർ പറയും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരിലൊരു ഡിസ്കൗണ്ട്, ആ ഒരു കൂപ്പൺ പോലെയൊക്കെ തരാമെന്ന്. അതിൽ നമ്മൾ ഒരിക്കലും വീഴരുത് ഗൈസ്. നമുക്കിങ്ങനെ പറയുമോ നമ്മളെ പേരിലൊരു കൂപ്പൺ കോഡ് ആദ്യമായിട്ട് കിട്ടുമ്പോൾ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും. പക്ഷെ അതൊക്കെ വെറും ഉടായ്പാണ്. അങ്ങനത്തെ പരിപാടികളൊന്നും കയറി നിങ്ങൾ എടുക്കരുത്. അതല്ലാണ്ട് ചില ബ്രാൻഡ്സ് ഡയറക്റ്റ്ലി നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ബാർട്ടർ കൊളാബറേഷൻ ആയിരിക്കും. സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ ബാർട്ടർ കൊളാബറേഷൻ തന്നെയായിരിക്കും. എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. അതായത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് കൊടുക്കണം. സോ അങ്ങനെ ഞാൻ ഒരു +1 സമയത്ത് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ബാർട്ടർ കൊളാബറേഷൻസ് ഒക്കെ ചെയ്തത്. പിന്നെ എനിക്ക് പരിചയത്തിൽ വന്ന ഒരു കൊളാബറേഷൻസ് അതിൻ്റെ ഒരു ഡേഞ്ചറസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡ് അറിഞ്ഞത് എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ട് വഴി. അവരൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ക്രീംസിന്. അതായത് 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഇത് ലൈറ്റനിയും, അതിനെന്തോ അന്നത്തെ കാലത്ത് ഈ ഫെമ്മൊക്കെ പോലെ ഫൈസയോ അങ്ങനത്തെ എന്തോ ക്രീമില്ലേ, അതേപോലത്തെ ഒരു ദുബായ് ക്രീമായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട് ചോദിക്കുവാണ് ഇങ്ങനെ വീഡിയോ ചെയ്ത് തരുമോ, പരിചയമുള്ള ആളല്ലേ എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ അപ്പം അധികം ഒന്നും ആലോചിച്ചില്ല. ഞാനത് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇടുകയും ചെയ്തു. പക്ഷെ പിന്നീടാണ് എനിക്ക് ചോദിച്ചത് നമ്മളെ ബിൽഡപ്പ് ചെയ്ത ജെന്യുവൻ ആയിട്ടുള്ള ഫോളോവേഴ്സ് നമ്മളെ വിശ്വസിച്ചിട്ടാണല്ലോ ഇമാതിരി സാധനങ്ങളൊക്കെ വാങ്ങണേ. എടുക്കരുത്. ഞാൻ ചെയ്ത ഒരാളാണ്, പക്ഷെ പിന്നീട് എനിക്ക് ആലോചിക്കുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എടുക്കരുത്. കാരണം അവിടെ നമ്മുടെ ഫോളോവേഴ്സിന്റെ ട്രസ്റ്റ് പോകും. പിന്നെ നമുക്ക് നമ്മുടെ ഫോളോവേഴ്സ് ഈ പൊട്ടൻഷ്യൽ ആവണമെന്നില്ല, നമ്മളെ വിശ്വസിച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങണമെന്നില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ട്. ഞാനിങ്ങനെ മേടിച്ച് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. സാധനം എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് ആയിരിക്കും, ഒരു യൂസ്ഫുൾ അല്ലാത്ത വീഡിയോയിൽ എടുക്കണ പോലെയല്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ ഞാൻ മാക്സിമം അപ്പടെ അവോയ്ഡ് ചെയ്ത് തുടങ്ങി. അപ്പോഴേക്കും ഒരു 21 വയസ്സായിക്കണമെങ്കിൽ നല്ല ധാരണ ഉണ്ടായിരുന്നു എന്തൊക്കെ പ്രൊഡക്ട്സ് എടുക്കണ്ട എന്നുള്ളത്. അത് അപ് ടു യു ആട്ടോ. ഇപ്പം നിങ്ങളൊരു ഫാഷൻ വ്ളോഗർ ആണെങ്കിൽ ഡ്രസ്സുകളായിരിക്കും, ബ്യൂട്ടി വ്ളോഗർ ആണെങ്കിൽ കുറച്ചും കൂടി പ്രൊഡക്ട്സ് ഒക്കെ ആയിരിക്കും കിട്ടുക. ഇപ്പം ഒരു 21 ഒക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ കൊളാബറേഷൻസ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ പേയ്മെന്റ് ചോദിച്ചു തുടങ്ങി. അതിൽ ചില പ്രൊഡക്ട്സ് നമുക്ക് കിട്ടിയാലും ഇതിന്റെ പേയ്മെന്റ് നമുക്ക് നല്ല പേയ്മെന്റ് ഒക്കെ തരാമെന്ന് പറഞ്ഞാലും കുറേ ഞാൻ റിജക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ നമ്മൾക്കത് പൊട്ടയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഞാൻ റിജക്ട് ചെയ്തിട്ടുണ്ട്. 1-2 സ്ക്രീൻഷോട്ട് ഞാൻ വെക്കാറില്ല, ഞാൻ വെക്കുന്നില്ല. കാരണം ഇത്ര വലിയ ജേണിയിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ എനിക്ക് വളരെ നല്ലത് ആണ് തോന്നണത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അതായത് ഇപ്പോൾ സ്റ്റാർട്ടപ്സ് ആണെന്ന് പറയണ നമുക്കറിയാം നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അതേപോലെ എനിക്കും അറിയാം ഒരു ബിസിനസ് തുടങ്ങും, ഒരു സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് എന്താണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്നാലേ കഴിയുന്നതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവായിരിക്കാം. അപ്പോൾ അവർ നിങ്ങൾക്ക് ഉള്ള ഒരു ഫോളോവേഴ്സ് ബേസിൽ വെച്ചിട്ട് ഓസിനെ ചോദിക്കുമായിരിക്കും, എടി ഇങ്ങനെ ചെയ്തു തരുമോ, അന്നേ ചെയ്തു തരുമോ. അതായത് അതൊരു മുതലാക്കൽ സിസ്റ്റമാണ്. അത് നിങ്ങൾ വീഴരുത്. നിങ്ങൾ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. നോ പറയാൻ അത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കി പോവുക. കാരണം നിങ്ങളുടെ അക്കൗണ്ടിന് ഒരു വാല്യൂ ഉണ്ട്. അവർ പുറമേ കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ 5000 6000 ഒക്കെ ആയിരിക്കും ഓരോ വീഡിയോ ക്രിയേറ്റേഴ്സ് ചാർജ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ ഫോളോവേഴ്സ് ലിസ്റ്റ് നിങ്ങൾ വാല്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ, എന്തെങ്കിലും ഒരു ചെറിയ സാധനം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു വാല്യൂ കൊണ്ടെടുത്താൽ ഫ്രീ ആയിട്ടൊന്നും ചെയ്ത് കൊടുക്കരുത് ദയവ് ചെയ്ത്. ഇത് പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ബിഗിനേഴ്സ് ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് എല്ലാം അങ്ങോട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചെയ്യണതിന് ഒരു വാല്യൂ ഉണ്ട്, അതൊരിക്കലും നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കരുത് പ്ലീസ്. അപ്പോൾ പലർക്കുള്ള അടുത്ത ചോദ്യമാണ്, ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോസ് ടാഗ് ചെയ്യുമ്പോൾ താഴെ നമ്മൾ ഏൺസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ മിന്ത്രയിലോ ഒക്കെ ഉള്ളത് നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കണം. ഈ ബ്രാൻഡ് നമുക്കത് പേ ചെയ്തിട്ടല്ല നമുക്ക് കിട്ടുന്നത്. നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന സാധനം നല്ലതാണെങ്കിൽ അത് നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണത്. കുറേ പേരുടെ തെറ്റായ ധാരണയാണ് യൂട്യൂബ് നമുക്ക് പ്രൊഡക്ട്സ് ഒക്കെ തന്നിട്ട് കുറേ പൈസ അങ്ങോട്ട് തന്നിട്ട്
നമ്മളത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ഗൈസ്, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എനിക്ക് മാറ്റി തരണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയി എന്നുണ്ടെങ്കിൽ, നല്ല ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റേറ്റ്, നിങ്ങളുടെ ഒരു പ്രൊഫൈൽ, നിങ്ങളുടെ ഒരു ഫോളോവർ റേഞ്ച് വെച്ചിട്ട് നിങ്ങൾക്ക് റേറ്റ് ചാർജ് ചെയ്യാൻ പറ്റും. അത് ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ, എന്ത് ബ്രാൻഡാണ്, ചെയ്യേണ്ട വീഡിയോയുടെ ലെങ്ത് എത്രയാണ്, എത്ര വീഡിയോസ് ചെയ്യണം, പിന്നെ ഒരു വീഡിയോക്ക് നമ്മൾ കൊടുക്കണ ആഡ് റൈറ്റ്സ്, അതായത് നമ്മൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും മന്ത് വരെ നമുക്ക് അവർക്ക് ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ വീഡിയോ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ എത്ര മന്താണെന്ന് വെച്ച് അതിനുള്ള പേയ്മെൻറ്റ് ഇതൊക്കെ സെപ്പറേറ്റ് ആട്ടോ. പിന്നെ പലതവണ നിങ്ങളെ കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. പല ക്രിയേറ്റേഴ്സിനും അറിയാത്തൊരു കാര്യമാണ്, കഷ്ടപ്പെട്ട് രാത്രി പകലില്ലാണ്ട് ഓരോന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങൾ കൊടുക്കും. പക്ഷെ നിങ്ങൾക്ക് എന്താ, ചിലപ്പോൾ ചിലതൊക്കെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്യുണ്ടാവുക. അതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കാത്ത കാരണമാണ്, അല്ലെങ്കിൽ പല ക്രിയേറ്റേഴ്സും എവിടെ ചെന്ന് ചോദിക്കുന്നത് അറിയാത്തതുകൊണ്ടാണ് മേ ബി ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ ചെയ്തത്. ഞാനും ചെയ്തിരുന്ന ഒരാളാണ്. എനിക്കും ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. ലൈക്ക് ആരും അതിനെക്കുറിച്ചൊരു സത്യാവസ്ഥ അല്ലെങ്കിൽ ഒരു ക്ലിയർ പിക്ചർ തരൂല. അപ്പോൾ പുതിയ വരുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് തുടങ്ങിയിട്ട് നാളെ നിങ്ങൾക്ക് അപ്പടി ബ്രാൻഡ് പ്രൊമോഷൻസ് ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇരിക്കരുത്. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം മാത്രമല്ല ഇയേഴ്സ്. എനിക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ 19 വയസ്സിൽ തുടങ്ങി ഇപ്പോൾ 26 വയസ്സായി. ചിലവർക്ക് മേ ബി പെട്ടെന്നായിരിക്കും, ചിലവർക്ക് അതൊരു ടൈംലി പ്രോസസ് ആയിരിക്കും. അപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി ഇങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കാൻ ഡിപ്രസ്ഡ് ആവരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡ് പ്രൊമോഷൻസ് ഒക്കെ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽസ് അല്ലെങ്കിൽ മീഡിയം ഓഫ് സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. പിന്നെ ഓടിച്ചാടി കയറിയിട്ട് നിങ്ങൾക്ക് ഇന്ന പ്രൊമോഷൻ തരാം, ഇത്ര പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആപ്സിലും അല്ലെങ്കിൽ ഓരോ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഏതാണോ പ്ലാറ്റ്ഫോം, യൂട്യൂബോ ചെന്ന് ലിങ്ക് ചെയ്ത് ആ ഒരു അക്കൗണ്ട് കളയാണ്ട് നോക്കുക. കുറേ പേരുടെ അക്കൗണ്ട് അങ്ങനെ ഹാക്കായി പോയവരുടെ എനിക്ക് ഒത്തിരി പേരുടെ അറിയാം. അതിന് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫീച്ചേഴ്സ് ഒക്കെ വന്നു തുടങ്ങി, നമുക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യണത്. പക്ഷെ അത് വലിയ ഗുണമൊന്നുമില്ല, നമുക്ക് ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല, അങ്ങോട്ട് അപ്ലൈ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എന്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇന്ന് വീഡിയോ ചെയ്ത് കൊടുത്താൽ നാളെ തന്നെ പേയ്മെന്റ് കിട്ടില്ല, ഇന്ന് തന്നെ പേയ്മെന്റ് കിട്ടില്ല. ചിലർ 3 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പേയ്മെന്റ് തരിക. നിങ്ങൾ ആ ഒരു അവസ്ഥയും കൂടി കണക്കാക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഒരു ബിഗിനർ, ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വല്ല സംശയങ്ങൾ, കാര്യങ്ങൾ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ചോദിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻസിൻ്റെ താഴെ കൂടെ എന്നെ അറിയിച്ചാൽ മതി കേട്ടോ. ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ, ബൈ.